നമുക്കെല്ലാം സുപരിചിതനായ മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയായുടെ ഒരു വീഡിയോയ്ക്ക് മറുപടി പറയുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ആദ്യം അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നു. വി.ഡി. സതീശനെതിരെ ഹൈന്ദവ ഐക്യം രൂപപ്പെടണം, കോൺഗ്രസിലെ ഈഴവർ പുനർവിചിന്തനം ചെയ്യണം, UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം തീവ്രവാദികളുടെ സർവാധിപത്യമായിരിക്കും കേരളത്തിൽ. വി.ഡി. സതീശന്റെ ചിത്രം വെച്ചുകൊണ്ട് എല്ലാം തികഞ്ഞ ഒരു കമ്മിണി ആശാ നികിയുടെ പോസ്റ്റാണിത്. എങ്ങനെയാണ് CPIM തങ്ങളുടെ അണികളെ കൊണ്ടുപോലും വർഗീയത പറഞ്ഞ് UDF-നെ അറ്റാക്ക് ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണിത്. ഇതിന്റെ മറ്റൊരു ഉദാഹരണം ആരിഫ് ഹുസൈൻ തെരുവോത്തിന്റെ ഒരു ചെറിയ പോസ്റ്റാണ്. ആരിഫ് ഹുസൈൻ തെരുവോത്തിന് നമുക്കൊക്കെ അറിയാം, എന്റെ സുഹൃത്താണ്, തികഞ്ഞ യുക്തിവാദിയാണ്, പഴയ മുസ്ലിമാണ്, മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന് ആ സമുദായത്തെ തള്ളി പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ ജീവിത വ്രതം തന്നെ ഇസ്ലാമിനെതിരെ സംസാരിക്കുക എന്നതാണ്. നിരന്തരം ഇസ്ലാമിനെതിരെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലാണ്. അത്രമാത്രം ഇസ്ലാമിനെ വെറുത്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക ശക്തികൾ അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആരിഫ് ഹുസൈൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു: LDF ജയിക്കുകയും BJP ഉൾപ്പെടുന്ന ഒരു പ്രതിപക്ഷം ശക്തമായി നിലനിൽക്കുകയും ചെയ്താൽ കേരളം രക്ഷപ്പെടും, തൊലിയുരിയപ്പെട്ട UDF ഇനി മരിക്കും. നോക്കൂ, LDF-നെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്ന, LDF-ന്റെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചിരുന്ന യുക്തിവാദിയായ ആരിഫ് ഹുസൈൻ തെരുവോത്ത് വരെ പറയുന്നു LDF വീണ്ടും അധികാരത്തിൽ വരട്ടെ എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ പിണറായിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. എങ്ങനെയാണ് എതിരാളികളെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കുന്നത് എന്ന് പിണറായിക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ഇതാണ് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ശ്രീ ഷാജൻ സ്കറിയായുടെ വീഡിയോ. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സംശയമുണ്ട്. ഇവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഷാജൻ സ്കറിയായും നടത്തുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസി, കാരണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം മതങ്ങളാണല്ലോ, അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഉറക്കെ പറയുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്നുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ശ്രീ ഷാജൻ സ്കറിയ ഉദ്ദേശിക്കുന്നുണ്ടോ, അതൊരു ടാക്റ്റിക്കൽ മൂവ് ആണോ എന്നുള്ള സംശയം സ്വാഭാവികമായി എൻ്റെ മനസ്സിലുണ്ടായി. പക്ഷേ ശ്രീ ഷാജൻ സ്കറിയ പറയുന്നത് പോലെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നടത്തുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടല്ലോ ശ്രീ ഷാജൻ സ്കറിയയുടെ ഉള്ളിലെ വികാരം എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അറിയാത്തവർ കൂടി അറിഞ്ഞോട്ടെ, ശ്രീ വി.ഡി. സതീശനെതിരെ ഇത്തരം ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് മറുനാടൻ മലയാളിയുടെ ആൾക്കാർ കൂടി അറിയട്ടെ, അങ്ങനെ അതിന് കൂടുതൽ റീച്ച് കിട്ടട്ടെ എന്നൊരു തന്ത്രം അതിന് പിന്നിലുണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അതും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലേ? ഒപ്പം ശക്തമായ നിരീശ്വരത്തിൽ സ്വതന്ത്ര ചിന്തയിലേക്ക് വന്ന ശ്രീ ആരിഫ് ഹുസൈൻ തെരുവോത്ത് പോലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതായ പൊതുജനങ്ങളെ അറിയിക്കുവാനുള്ളൊരു തന്ത്രമാണോ ഇത് എന്ന്, ഇത് മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണോ എന്ന് സംശയിച്ചു കൂടാഴിയില്ലല്ലോ. അതുകൊണ്ട് ചാപ്പ കുത്തുമ്പോൾ കരുതിയിരിക്കുക, നീ അളക്കുന്ന അളവിനാൽ നിനക്കും അളന്ന് കിട്ടുമെന്ന് ഓർക്കുന്നു. ഇനി എനിക്ക് ശ്രീ ഷാജൻ സ്കറിയ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം, ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്തിന് തൻ്റെ കാര്യങ്ങൾ ഉറക്കെ പറയാനുള്ള ആർജവത്വമുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് എൻ്റെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറിച്ച് ശ്രീ ഷാജൻ സ്കറിയനെ പോലെയുള്ളവരോട്, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നവരെ ചാപ്പ കുത്തുന്ന നിലപാട് സ്വീകരിക്കുന്നവരോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ആദ്യമേ തന്നെ പറയുവാനുള്ളത്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നവർ യാതൊരു നേട്ടവുമല്ല, സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ഇത്തരക്കാർ അറിഞ്ഞിരിക്കണം. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നത്. രണ്ടാമത്തെ വിഷയം, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അപകടം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് അതിനെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നവരെ നിശബ്ദരാക്കിയാൽ വരുന്ന തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണത്. കാരണം എന്താണെന്നല്ലേ, കാശ്മീരിലേക്കും പശ്ചിമ ബംഗാളിലേക്കും മാത്രം നോക്കിയാൽ മതി. അടുത്തത് കേരളമാണെന്ന് പറയുന്നവരെ ചാപ്പ കുത്തി നിശബ്ദരാക്കിയാൽ അത് വരുന്ന തലമുറയോട് ചെയ്യുന്ന മഹാ അപരാധമാണ് എന്നാണ് ഇത്തരം നിലപാടുകാരോട് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾ കണ്ണു തുറന്ന് പശ്ചിമ ബംഗാളിലേക്കും കാശ്മീരിലേക്കും പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും നോക്ക്. ഇനി അത് നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ ഇറാനിലേക്ക് നോക്കുക. ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ പാശ്ചാത്യ സൈനിക ശക്തികൾക്ക്, സാമ്പത്തിക ശക്തികൾക്ക് തുല്യമായ, അമേരിക്കയ്ക്ക് തുല്യമായ, അതായത് 7-ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ എണ്ണം പറഞ്ഞ സാമ്പത്തിക സൈനിക ശക്തികളിലൊന്നായിരുന്നു ഇറാൻ. ആ ഇറാനെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്താ? മതമാണ് എത്തിച്ചത്.
അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇനി കിഴക്കിൻ്റെ പാരീസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ലെബനോനിലേക്കൊന്ന് വാ. കിഴക്കിൻ്റെ പാരീസ്, മിഡിൽ ഈസ്റ്റിൻ്റെ പാരീസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ലെബനോൻ, ആ ലെബനോനെ ഇത്തരത്തിലെത്തിച്ചത് എന്താ? മതമാണ് അതെത്തിച്ചത്. ഇറാഖ് ചരിത്രത്തിലുടനീളം രേഖപ്പെടുത്തിയിരുന്ന സമൃദ്ധിയുടെ, കൃഷിയുടെ, സാങ്കേതിക മികവിൻ്റെ ഇറാഖിനെ നശിപ്പിച്ചത് എന്താ? മതമാണ്. അപ്പം ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നാളെ അത് കേരളത്തിലേക്കും ഭാരതത്തിലേക്കും വരുന്നു. ഇപ്പം നോക്ക്, യൂറോപ്പിൻ്റെ തെരുവുകളിൽ നമ്മൾ കണ്ടു പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതിനെക്കുറിച്ച് വിലപിക്കുന്ന യൂറോപ്യൻ നേതാക്കളെ നമ്മൾ കണ്ടു. ആരാണിതിൻ്റെ പിന്നിൽ? കുടിയേറ്റക്കാരുടെ രൂപത്തിൽ കടന്നു ചെന്ന ഇസ്ലാമിസ്റ്റുകൾ. അതിർത്തികളിൽ സൈന്യം പോലും ആവശ്യമില്ലാത്ത വിധം സാംസ്കാരികമായ ഉന്നതിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരുന്ന യൂറോപ്പിൻ്റെ തെരുവുകളിൽ ഇന്ന് പട്ടാളം നിറയുകയാണ്. ഫ്രാൻസിൻ്റെ തെരുവുകളിൽ ഇന്ന് പട്ടാളത്തിന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ്? പൊളിറ്റിക്കൽ ഇസ്ലാം. അഭയാർത്ഥികളുടെ രൂപത്തിൽ സ്വന്തം നാട് കുട്ടിച്ചോറാക്കി നശിപ്പിച്ച് അതിനുശേഷം വീണ്ടും അടുത്ത നാട്ടിലേക്ക് കടന്നു ചെന്ന് അവിടവും നശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്നവരെ ചാപ്പകുത്തി നിശബ്ദമാക്കിയാൽ വരുന്ന തലമുറയോടും സ്വന്തം ദേശത്തോടും ചെയ്യുന്ന മഹാ അപരാധമാണ് എന്ന് ചാപ്പകുത്തലുകാരെ ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോയുടെ ലക്ഷ്യം. ഇനി ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് LDF വരട്ടെ എന്ന നിലപാടെടുത്തുവെങ്കിൽ അത് തൻ്റെ നിലപാടാണോ അഥവാ ഒരു ബെറ്റർ ഓപ്ഷൻ, ഉള്ളതിൽ മെച്ചമായ ഓപ്ഷനാണോ എന്നുള്ള കാര്യം പറയേണ്ടത് ശ്രീ ആരിഫ് ഹുസൈനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാമല്ലോ, ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ ഒരു കാരണവശാലും പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഞാൻ വോട്ട് ചെയ്യില്ല. അപ്പം ഞാൻ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ മതേതരത്വവും ദേശീയതയും ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിക്ക് ഞാൻ വോട്ട് ചെയ്യും. വ്യക്തിക്ക് വോട്ട് ചെയ്യും. ദേശീയത, ഭാരതം എന്ന ചിന്തയും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഡോക്ടർ ശശി തരൂരിനെ പോലെയുള്ളവർക്ക് വോട്ട് ചെയ്യും. ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇത്തരം ചിന്താഗതിക്കാരുടെ ശ്രദ്ധ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. ഡോക്ടർ ശശി തരൂരിനെ പോലെയുള്ള വിരലിലെണ്ണാവുന്ന നേതാക്കളെ മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ രാഷ്ട്രീയം എത്രയോ അധപ്പതിച്ച അവസ്ഥയിലാണുള്ളത്. മത, ജാതി, കുടുംബ, കുല പ്രീണനം നടത്താത്ത ഏത് രാഷ്ട്രീയ പാർട്ടി മുന്നണിയുമാണ് ഇവിടെയുള്ളത്. ശ്രീ ഷാജൻ സ്കറിയായോട്, മറുനാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയായോട് എനിക്ക് ചോദിക്കുവാൻ, അങ്ങ് മതേതരത്വം ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്ന് പറഞ്ഞു തരാമോ? മുന്നണിയുടെ പേരെന്ന് പറയാമോ? വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്, കളിയാക്കാൻ വേണ്ടിയല്ല. അങ്ങേക്കറിയാമെങ്കിൽ പറഞ്ഞതാ. ഇനി മറ്റൊന്ന് ചിന്തിക്കുക. ഇവിടെ പലരും ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് വിലപിക്കാറുണ്ട്. എനിക്ക് ചോദിക്കുവാനുള്ളത്, ലക്ഷണത്തെയാണോ ചികിത്സിക്കേണ്ടത്, രോഗത്തെയാണോ കാരണത്തെയാണോ ചികിത്സിക്കേണ്ടത്? കേരള സമൂഹം ഇത് ഗൗരവത്തോടെ ചിന്തിക്കണം. കുറെ വൈകാരികമായി പ്രതികരിച്ചു പോണ അനേകരെ കാണുന്നുണ്ട്. അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കണം. ഇവിടെ വളരെ ഗൗരവത്തോടെ കേരളത്തിലെ മനസാക്ഷി മരവിക്കാത്ത, തലച്ചോറ് പണയം വെക്കാത്ത, പാർട്ടി അടിമത്തമില്ലാത്തവരോട് എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ ഭൂരിപക്ഷ വർഗീയത എന്ന വാദമുയർത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. മതമാണ് എല്ലാം എന്ന് പറഞ്ഞ KM ഷാജിയുടെ മുസ്ലിം ലീഗ് മതേതരമാണെന്നാണ് LDF ഉം UDF ഉം പറയുന്നത്. നമ്പർ 1, മതമാണെല്ലാം എന്ന് പറയുന്ന KM ഷാജി മുസ്ലിം ലീഗ് മതേതരമാണെന്നാണ് ഇവിടുത്തെ LDF ഉം UDF ഉം പറയുന്നത്. ന്യൂനപക്ഷത്തിന് വേണ്ടി, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പിൽ ഒരു കൂട്ടർക്ക് 80-ഉം ബാക്കി എല്ലാവർക്കും കൂടി വെറും 20-ഉം. ഇത് നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. അതിനോട് പൂർണ്ണമായ മനസ്സോടെ LDF ഉം UDF ഉം ന്യൂനപക്ഷ സ്കോളർഷിപ്പിൻ്റെ 80-20 അനുപാതം നടപ്പിലാക്കുന്നതിന് വേണ്ടി UDF ഉം LDF ഉം ഒന്നിച്ചു നിൽക്കുകയാണ്. ഇത് മതേതരമാണല്ലേ? സേവ് ഗാസ എന്ന് പറയുന്നു. ഇസ്രായേലിൽ കടന്ന പ്രായമായ അമ്മമാരെയും സ്ത്രീകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ക്രൂരവും പൈശാചികമായി പീഡിപ്പിച്ച ഹമാസിന്റെ പ്രവർത്തികളെ തള്ളിപ്പറയാതെ ഡോക്ടർ ശശി തരൂരിനെ മാറ്റി നിർത്തിയാൽ, തള്ളിപ്പറയാത്ത കോൺഗ്രസിന്റെയും LDF-ന്റെ നേതാക്കൾ നടത്തുന്നത് മതേതരത്വമാണല്ലേ? മദ്രസ ക്ഷേമനിധി മതേതരത്വമാണല്ലേ? ഒരു ജനാധിപത്യ മതേതര വ്യവസ്ഥയിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 80-20 മതമാണെന്ന് പറയുന്ന നിലപാട്, വഖഫ് ബോർഡ്, വഖഫ് മതേതരമാണെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ട് വിഴിഞ്ഞത്ത് കരം കെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു ഒരു വഖഫ് ബോർഡിൻ്റെ അധികാരമൂലം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വഖഫ് ബോർഡ് മതേതരം, സേവ് ഗാസ മതേതരം, 80-20 മതേതരം, മതമാണെന്ന് പറയുന്ന മതേതരം, പേരിൽ തന്നെ മതമുള്ള മുസ്ലിം ലീഗ് മതേതരം. ഇത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വെള്ളവും വളവും ഒഴിക്കുന്നതാണെന്ന് മനസ്സിലാക്കുവാനും അത് ഉറക്കെ പറയുവാനുമുള്ള ആർജവത്വമുള്ള മാധ്യമ പ്രവർത്തകരുണ്ടാകണം.
അത് ഉറക്കെ പറയുവാൻ ചങ്കൂറ്റമുള്ള സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകരുണ്ടാകണം. ലക്ഷണത്തെയല്ല വിമർശിക്കേണ്ടത്, ചങ്കൂറ്റത്തോടെ കാരണത്തെ വിമർശിക്കാൻ പറ്റണം. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ കാരണത്തെയാണ് വിമർശിക്കുന്നത്. ഇനി ഈ പറഞ്ഞതുപോലെ LDF വന്നാലും മതി എന്ന് പറയുമ്പോൾ UDF വന്നാൽ എന്ത് സംഭവിക്കും? കുഞ്ഞാലിക്കുട്ടി UDF ജമാഅത്തെ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നോർക്കണം. അതിന് ന്യായം പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് LDFന് കിട്ടിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നുവെന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ചോദ്യം. അപ്പം അവർ ചെയ്തുകൊണ്ട് ഞങ്ങളും ചെയ്യാമെന്ന്. ഇതാണ് രാഷ്ട്രീയ നിലപാട്. ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളൊന്നുമല്ലല്ലോ ശ്രീ VD സതീശൻ. ഇനി വേറൊരു കാര്യം ചോദിക്കാം ഇങ്ങനെ ചിന്തിക്കുന്നവരോട്. 2020-ക്കെതിരെ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം, ദേശീയ കക്ഷി, രാഷ്ട്രീയ പാർട്ടി 2020-ക്കെതിരെ LDFുമായി കൈകോർത്ത് മത്സരിച്ചു. അതിന് ഏത് അളവുകോല് കൊണ്ട്, ഏത് നീതിശാസ്ത്രം കൊണ്ട് ന്യായീകരിക്കുമെന്നറിയുവാൻ കാത്തിരിക്കുകയാണ് മതേതര കേരളം. പറഞ്ഞു തരാമോ? അതിന് പറയുവാനുള്ള, ഇത് ചോദിക്കുവാനുള്ള ആർജവത്വം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കുണ്ടോ? സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകർക്കുണ്ടോ? LDFിനോട് കൈകോർത്ത് 2020-ക്കെതിരെ കോൺഗ്രസ് മത്സരിച്ചതിൻ്റെ പിന്നിലെ ധാർമ്മികത എന്ന് പറഞ്ഞു തരാമോ? ഏതാറ്റിൽ കുളിച്ചാൽ, ഏത് പുണ്യനദിയിൽ മുങ്ങിയാൽ ഈ പാവക്കറ കഴുകിക്കളയാൻ പറ്റും കോൺഗ്രസിന്? 2020 മതവർഗീയത വളർത്തിയോ? ജാതി പറഞ്ഞോ? വികസന വിരുദ്ധത പറഞ്ഞോ? മതേതര വിരുദ്ധത പറഞ്ഞോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ന്യായമുണ്ട്. കേരളത്തിൽ LDFനും UDFനും പുറത്ത് ജനങ്ങൾ ചിന്തിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്ത്രപൂർവ്വം അതിന് തടയിടുന്നതിന് വേണ്ടി നടത്തിയ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ട്, അധാർമിക നീക്കമല്ലേ UDF കോൺഗ്രസ് നടത്തിയത്? ഇനി LDF നടത്തിയത് നമുക്കത് മനസ്സിലാക്കാം. കാരണം പശ്ചിമ ബംഗാൾ നമ്മുടെ മുമ്പിലുണ്ട്. 30 വർഷക്കാലത്തോളം പശ്ചിമ ബംഗാൾ ഭരിച്ച് അതെന്താക്കി എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ കോൺഗ്രസ് 2020-ക്കെതിരെ മത്സരിച്ചതിൻ്റെ പിന്നിലെ എന്തുമാത്രം വേട്ടയാടി. അദ്ദേഹം വേണ്ട ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായിയാണെന്ന് ഓർത്തുകൊണ്ട് അല്പം മര്യാദ കാണിക്കാമായിരുന്നല്ലോ കോൺഗ്രസ്സിന്. ആ മനുഷ്യന് വേട്ടയാടുകയല്ലേ ചെയ്തത്. ആരുടെ മുമ്പിൽ നട്ടല് വളയ്ക്കുകയില്ല എന്നുള്ള വാദമാണ്, ഓച്ഛാനിച്ച് നിൽക്കുകയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമായി ഞാൻ കാണുന്നത്. ശരിതെറ്റുകളും കുറവുകളില്ലാത്ത മനുഷ്യന്മാരില്ല. അപ്പം അതുകൊണ്ട് ഇത്തരം അധാർമിക രാഷ്ട്രീയം, അതിനെതിരെ വിരൽ ചൂണ്ടുവാൻ നമുക്ക് സാധിക്കണം. ഇനി കാശ്മീരും കേരളവും മാത്രം എടുത്തോളൂ. ഇന്ത്യയെ സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് നയിക്കാൻ ആവശ്യമായ എല്ലാ പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ഈ 2 സ്റ്റേറ്റുകൾ മാത്രം മതി. ഭക്ഷ്യവിളകൾ, നാണ്യവിള, വാണിജ്യവിള, അതുപോലെ മറ്റ് സർവ്വ കൃഷിക്കും അനുയോജ്യമായ മണ്ണ് കേരളം, അതുപോലെ തന്നെ കാശ്മീരും. അത് വീണ്ടും കേരളവും കാശ്മീരും എടുത്ത ടൂറിസം നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ ലോകത്തിലെ സർവ്വസഞ്ചാരികളും കേരളത്തിലേക്കും കാശ്മീരിലേക്കും ഒഴുകും. അത്രമാത്രം പ്രകൃതി സൗന്ദര്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് 2 സ്റ്റേറ്റുകൾ. കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നശിപ്പിച്ചതും ആരാണ്? കാശ്മീരിനെ നശിപ്പിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലേ? ഇതൊക്കെ പറയുന്നവരെ വർഗീയവാദികളാക്കി ചാപ്പകുത്തി സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വീണു എന്ന് പറയുവാനൊക്കെ എളുപ്പമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ളതായ ശേഷിയില്ലായ്മയോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യം മൂലം യൂട്യൂബിൽ ആൾക്കാർ കാണണം, പേരും പ്രശസ്തിയും കിട്ടണമെന്നുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലം ഇറങ്ങിത്തിരിക്കുമ്പോൾ വരും തലമുറയോട് കാണിക്കുന്ന വലിയ ദ്രോഹമാണ് എന്നുള്ളതാണ്. അതുപോലെ പലപ്പോഴും ശ്രീ ഷാജൻ സ്കറിയ പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിൻ്റെ സ്വന്തം പക്ഷത്താണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിനാണ് ഞാൻ എതിര് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പലപ്പോഴും കാണുന്നുണ്ട്. പലയാവർത്തി ശ്രീ ഷാജൻ സ്കറിയായോട് പറയുന്നു, അങ്ങ് പറയുന്ന ശുദ്ധ പൊട്ടത്തരമാണ്, ശുദ്ധ അബദ്ധമാണ്. എന്നിട്ട് അത് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് പറയുവാൻ യാതൊരു ലജ്ജയും അങ്ങേക്കില്ല എന്നുള്ളതാണ്. എനിക്ക് ശ്രീ ഷാജൻ സ്കറിയായോട് പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഖുർആൻ 59-ാം അധ്യായവും അതിൻ്റെ പശ്ചാത്തലവും, ഇസ്ലാമിക ബാക്ക്ഗ്രൗണ്ടിലുള്ള പശ്ചാത്തലം, ഒതൻറ്റിക്കായി ഇസ്ലാമിക നേതാക്കൾ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം ഖുർആൻ 59-ാം അധ്യായത്തിൻ്റെ ഒന്ന് വായിക്കണം. രണ്ടാമത്, അറബികളുടെ ചരിത്രം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടി ഇറക്കപ്പെട്ടിരിക്കുന്ന പുസ്തകം ഒന്ന് വായിക്കണം. മൂന്നാമത്, ഡോക്ടർ അംബേദ്കറുടെ പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ഒന്ന് വായിക്കണം.
വെറുതെ മുഴുവൻ മനുഷ്യന്മാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമും റിലീജിയസ് ഇസ്ലാമും രണ്ടാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എനിക്കത് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പഞ്ചപാണ്ഡവരെ എനിക്കറിയാം, കട്ടിൽക്കാല പോലെ 3 പേരെന്നാണ് ശ്രീ ഷാജൻ സ്കറിയ പറയുന്നത്. ഇസ്ലാം ഒന്നേ ഉള്ളൂ സഹോദര ഷാജൻ സ്കറിയ, അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേറെ ഒരു മതഗ്രന്ഥവും റിലീജിയസ് ഇസ്ലാമിന് വേറെ ഒരു മതഗ്രന്ഥവും നേതാവുമില്ല. അത് ഖുറാനും ഹദീസുകളും അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദുമാണ്. ഒറ്റ ഗ്രന്ഥവും ഒറ്റ നേതാവും ഒറ്റ ദൈവം എന്ന് വിളിക്കപ്പെടുന്നവനുമേ ഉള്ളൂ രണ്ടു കൂട്ടർക്കും. പിന്നെ ചില മനുഷ്യരുടെ നന്മയാണ്, അതിന് നന്മ മാത്രം സ്വാംശീകരിക്കുക, അതിലെ തീവ്രവാദം മാറ്റിവെക്കുക എന്നുള്ളത് ചില മനുഷ്യരുടെ നന്മയാണ്. വിശ്വാസികളുടെ, നമ്മുടെ ചുറ്റുവട്ടം ജീവിക്കുന്ന സാധാരണ മുസ്ലിം സഹോദരങ്ങളുടെ നന്മയാണത്. അവ മതത്തിൻ്റെ നന്മയല്ല. മറ്റു മതങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പം ക്രൈസ്തവരിൽ മോശക്കാരുണ്ട്, പക്ഷേ അപ്പസ്തോലന്മാരിലും ക്രിസ്തുവിലും മോശക്കാരില്ല. ഇതാണ് വ്യത്യാസം. ഇനി എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം, എന്താണ് പൊളിറ്റിക്കൽ ഹിന്ദുയിസം, എന്താണ് പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി എന്നുള്ള വിഷയത്തിലേക്ക് വരേണ്ടി വരും. നീണ്ടുപോകുന്നത് കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അതുകൊണ്ട് ജീവൻ പണയം വെച്ചിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്നവരെ ചാപ്പ കുത്തിയിട്ട് കാര്യമില്ല. ഇന്ത്യൻ രാഷ്ട്രീയം 2 അപകടങ്ങളുടെ നടുക്കാണായിരിക്കുന്നത്. ജാതി മത പ്രീണനത്തിൻ്റെ 2 അപകടങ്ങൾ, ഭരണപ്രതിപക്ഷങ്ങൾ. അപ്പോൾ ഒരു ലെസർ ഈവിൾ തെരഞ്ഞെടുത്തേ മതിയാവുകയുള്ളൂ. മതേതര ജനാധിപത്യ വിശ്വാസികളായിരിക്കുന്ന ഭാരതീയർ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും? ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് നിൽക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികൾ വോട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വോട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ ഒരു ലെസർ ഈവിൾ തിരഞ്ഞെടുക്കും. ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. എൻ്റെ നിലപാടതാണ്. ഒരു ലെസർ ഈവിൾ തിരഞ്ഞെടുക്കും. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പൈശാചിക ക്രൂര മുഖങ്ങൾ കണ്ടവർക്ക് ഒരു കാരണവശാലും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെള്ളപൂശുന്നവർക്ക് വോട്ട് ചെയ്യുക സാധ്യമല്ല. നുപൂർ ശർമ്മയുടെ പോസ്റ്റ് ഷെയർ ചെയ്തതിന്റെ പേരിലാണ് ആ മനുഷ്യന്റെ, ആ തയ്യൽക്കാരന്റെ പേര് ഞാൻ മറന്നുപോയി, തലവെട്ടപ്പെട്ടത്. പാകിസ്ഥാനിലേക്ക് നോക്ക്. ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇതിനെ വിമർശിക്കുന്നുണ്ടോ? നുപൂർ ശർമ്മയുടെ പോസ്റ്റിനെതിരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും തമ്മിലടിക്കുമ്പോൾ, സിറിയയിൽ തമ്മിലടിക്കുമ്പോൾ, യമനിൽ കംപ്ലീറ്റ് ഇസ്ലാമിക രാഷ്ട്രമാണ് തമ്മിലടിച്ച് കൊല്ലുകയാണ്, മുഴുപട്ടിണിയാണ്. ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രം പ്രതികരിക്കുമോ? ഇല്ല. അതാണ് ഇസ്ലാം ഒന്നേ ഉള്ളൂ, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പിന്നെ നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, അത് അവരുടെ നന്മയാണ്. മറ്റു മതങ്ങളുമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. നീണ്ടൊരു വിഷയമായതുകൊണ്ട് സന്ദർഭം അനുവദിക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം, പൊളിറ്റിക്കൽ ഹിന്ദുയിസം, പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന വിഷയത്തിലേക്ക് വീണ്ടും വരാമെന്ന് കരുതുകയാണ്. അപ്പോൾ നിവർത്തികേട് മൂലം എടുക്കുന്ന ചില തീരുമാനങ്ങളെ നിലപാടുകളായി വ്യാഖ്യാനിക്കുന്ന ഇത്തരക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ വരുന്ന തലമുറയോട് കാണിക്കുന്ന മഹാപരാധമാണ്. നിവർത്തികേട് മൂലമെടുക്കുന്ന ചില തീരുമാനങ്ങളെ നിലപാടുകളായി വ്യാഖ്യാനിക്കുകയാണ്. ജീവനോടെ ഇരിക്കണ്ടേ? തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണ്ടേ? അടുത്തത് കേരളമാണെന്ന് പറയുന്നവരെ വർഗീയവാദികളാക്കി ചാപ്പകുത്തിയാൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല.